എലോൺ മസ്കിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള അമേരിക്കക്കാരനാണ് എലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനി ലോകപ്രസിദ്ധമാണ്. അതോടൊപ്പം തന്നെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വലിയ വലിയ വ്യവസായ സംരംഭങ്ങളുടെ തലപ്പത്തുള്ള ആളാണ് എലോൺ മസ്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിൽ വരാൻ തന്നെ കാരണം. അപ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കാരണം അദ്ദേഹം ടെസ്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ CEO എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിയും എന്നൊരു ഭീഷണി അദ്ദേഹം മുഴക്കിയിരുന്നു. അങ്ങനെ ഒഴിയാതിരിക്കണമെങ്കിൽ തനിക്ക് $1 ട്രില്യൺ, $1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം കോടി രൂപ തനിക്ക് പ്രതിഫലമായി വേണം എന്നുള്ളതായിരുന്നു എലോൺ മസ്കിൻ്റെ ആവശ്യം. അപ്പോൾ ഈ ആവശ്യം ടെസ്ലയുടെ ഓഹരി ഉടമകളുടെ സമ്മേളനത്തിൽ അവർ അംഗീകരിച്ചു. ഓഹരി ഉടമകൾ CEO ആയ എലോൺ മസ്കിൻ്റെ ഈ ആവശ്യത്തിന് അംഗീകാരം നൽകി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പരിപാടി നടന്നത് ടെസ്ലയുടെ തന്നെ അമേരിക്കയിലെ ഓസ്റ്റിൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഫാക്ടറിയിലാണ് ഓഹരി ഉടമകളുടെ വാർഷിക സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത 75% ഓഹരി ഉടമകൾ മസ്കിൻ്റെ ഈ ആവശ്യം, അതായത് ഈ 1 ലക്ഷം ട്രില്യൺ, 1 ട്രില്യൺ, 1 ലക്ഷം കോടി രൂപ, 1 ലക്ഷം കോടി ഡോളർ അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകാനായിട്ടുള്ള ആ തീരുമാനത്തെ അനുകൂലിച്ചു. പക്ഷേ കുറേ അധികം പേർ ഇദ്ദേഹത്തിൻ്റെ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു. അതിന് അവരുടേതായ ചില കാരണങ്ങളുമുണ്ട്. അപ്പോൾ നിലവിൽ എലോൺ മസ്ക് വലിയൊരു ഭീഷണി മുഴക്കിയിരുന്നു. തൻ്റെ പ്രതിഫലം ഇത്രയുമായി വർദ്ധിപ്പിച്ചു തന്നില്ലെങ്കിൽ താൻ ടെസ്ലയുടെ CEO പദവിയിൽ നിന്നൊഴിയും, അല്ലെങ്കിൽ തൻ്റെ ചുമതല മറ്റാർക്കെങ്കിലും നൽകി താൻ പിൻ സീറ്റിലേക്ക് മാറും. അതായത് ഒരു നേതൃത്വപരമായ പങ്ക് അതിൽ വഹിക്കില്ല എന്നുള്ളതായിരുന്നു എലോൺ മസ്കിൻ്റെ ഭീഷണി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭീഷണിയെ അതേ ഗൗരവത്തിൽ തന്നെ ടെസ്ല ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവരുടെ ചെയർമാനായ റോബിൻ ഡെലോം അദ്ദേഹം പറയുന്നത് ടെസ്ലയ്ക്ക് എലോൺ മസ്കിനെ ആവശ്യമുണ്ട്. കാരണം എലോൺ മസ്ക് ടെസ്ലയിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ ടെസ്ലയുടെ ഓഹരി വിപണി എല്ലാം തന്നെ കൂപ്പുകുത്തും. വലിയ രീതിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ തിരിച്ചടി ടെസ്ല നേരിടേണ്ടി വരും. അതുകൊണ്ട് എലോൺ മസ്കിൻ്റെ സാന്നിധ്യം കമ്പനിയിൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു നിഗമനം. അപ്പോൾ ഈ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 75% വരുന്ന ഓഹരി ഉടമകൾ എലോൺ മസ്കിൻ്റെ ഈ ഭീമമായ പ്രതിഫലം അംഗീകരിച്ചുകൊണ്ട് അതിനനുകൂലമായി വോട്ട് ചെയ്തത്. പക്ഷേ ചിലർ വാദിക്കുന്നത് ഇത് വെറും ഒരു മണ്ടത്തരമാണ്. കാരണം ഈ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് ടെസ്ല വലിയ ഭീഷണി നേരിടും. നമുക്കറിയാമല്ലോ, ടെസ്ല എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രചാരത്തിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ്. അതോടൊപ്പം ഈ ഡ്രൈവർ ഇല്ലാത്ത തരത്തിൽ വാഹനങ്ങൾ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ടവർ. ഡ്രൈവറുടെ ആവശ്യമില്ലാതെ തന്നെ നാവിഗേറ്റ് ചെയ്യുന്ന തരത്തിൽ വാഹനങ്ങൾ ടെസ്ല പുറത്തിറക്കുന്നുണ്ട്. അതുമാത്രമല്ല, ടെസ്ലയുടെ ബ്രാൻഡിൽ മറ്റു പല നൂതന ഉപകരണങ്ങളും വിപണിയിൽ ലഭ്യമാണ് താനും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം സാങ്കേതികപരമായി വലിയ വെല്ലുവിളി നേരിടുന്നു. അതിൻ്റെ ഉപഭോക്താക്കളുടെ ജീവനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു. അതോടൊപ്പം തന്നെ എലോൺ മസ്കിൻ്റെ രാഷ്ട്രീയ അഭിനിവേശം, അദ്ദേഹം തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഒരാളാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടി പ്രചാരണത്തിന് നേരിട്ടിറങ്ങിയ ആൾ കൂടിയാണ് മസ്ക്. അപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് ട്രംപിൻ്റെ ഭരണകൂടത്തിൽ ഒരു കാര്യക്ഷമതാ വകുപ്പ് എലോൺ മസ്കിന് അനുവദിച്ച് നൽകുകയും പിന്നീട് ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എലോൺ മസ്ക് തൻ്റെ പദവികൾ രാജിവെച്ചൊഴിയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അഭിനിവേശം എലോൺ മസ്കിനുള്ളതും കമ്പനിയെ വലിയ പ്രതികൂലമായി ബാധിക്കുന്നു. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുന്നു. അങ്ങനെ എലോൺ മസ്ക് ഒരു പരാജയമാണ് എന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അദ്ദേഹത്തിന് ഈ ഭീമമായ പ്രതിഫലം നൽകാനുള്ള തീരുമാനം അത് വലിയ മണ്ടത്തരമാണെന്ന് ഈ ഓഹരി ഉടമകളിൽ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. പക്ഷേ ആ വാദങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് എലോൺ മസ്കിന് വീണ്ടും ഇത്തരത്തിൽ ഭീമമായ പ്രതിഫലം ടെസ്ല വാഗ്ദാനം ചെയ്യുന്നത്. ഇതാദ്യമായിട്ടൊന്നുമല്ല ടെസ്ല ഇത്തരത്തിൽ ഇലോൺ മസ്കിന് വലിയ തുക നൽകുന്നത്. കാര്യം 2018 അദ്ദേഹത്തിന് 55.8 ബില്യൺ അമേരിക്കൻ ഡോളർ പ്രതിഫലമായി നൽകിക്കൊണ്ട് ടെസ്ല തന്നെ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഓഹരി ഉടമകൾ കോടതിയെ സമീപിക്കുകയും ഡെൽവെയർ എന്ന് പറയുന്ന കോടതി ഈ തീരുമാനത്തിൽ ഇടപെടുകയും ഈ പ്രതിഫലം ഇത്രയും നൽകിയത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടെസ്ല ഓഹരി ഉടമകൾ അടിയന്തര യോഗം ചേർന്ന്
കഴിഞ്ഞ ഓഗസ്റ്റിൽ $29 ബില്യൺ ഇടക്കാല ആശ്വാസം പോലെ എലോൺ മസ്കിന് അനുവദിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യമായ $1 ട്രില്യൺ, അതായത് $1,00,000 കോടി അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. നമുക്കറിയാം, എലോൺ മസ്ക് ഇതിനോടകം തന്നെ ഏതാണ്ട് $500 ബില്യൺ ആസ്തിയുള്ള ഒരാളാണ്. അതായത് $50,000 കോടി അത്രയും ആസ്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനോടകം തന്നെ ലോക സമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രതിഫലം, അതായത് $1 ട്രില്യൺ കൂടി അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ഈ കോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിലേക്ക് അജയ്യനായി മുന്നേറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാര്യം ഈ $1 ട്രില്യൺ അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നത് അദ്ദേഹത്തിന് പണമായി കയ്യിൽ കിട്ടുന്നതിന് ഒരു പരിധി ഉണ്ടാകും. എന്നാൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലത്തിൽ വലിയൊരു ശതമാനം ടെസ്ലയിലെ തന്നെ ഓഹരി നിക്ഷേപമായി മാറും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അദ്ദേഹത്തിന് നിലവിൽ ഏതാണ്ട് 12% ഓഹരി നിക്ഷേപമുണ്ട്. അത് പുതിയ സാഹചര്യത്തിൽ അത് 25% വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിലവിൽ ഈ പുതിയ തീരുമാനത്തോടു കൂടി, അതായത് അദ്ദേഹത്തിന് $1 ട്രില്യൺ പ്രതിഫലമായി നൽകിക്കൊണ്ട് ഓഹരി ഉടമകളുടെ സമ്മേളനത്തിൽ തീരുമാനമെടുത്തതോടുകൂടി അടുത്ത 7.5 വർഷം കൂടി എലോൺ മസ്കിന് ടെസ്ലയുടെ തലപ്പത്ത് തുടരാനായിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളെല്ലാം തന്നെ ഓഹരി ഉടമകൾ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായിട്ട് അവർക്ക് മുൻപോട്ട് പോകാം. എന്തായാലും എലോൺ മസ്ക് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം തൻ്റെ ഓഹരി ഉടമകളുടെ തീരുമാനത്തെ നന്ദിയോടെ ആദരവോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട ഒരു സംഗതി കൂടിയാണല്ലോ തനിക്ക് ഇത്രയും രൂപ പ്രതിഫലം വേണം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എലോൺ മസ്കിന് ഇത്രയും ഭീമമായ തുക ടെസ്ല വാഗ്ദാനം ചെയ്യുന്നു? കാരണം ടെസ്ലയേക്കാൾ വലിയ ബ്രാൻഡാണ് എലോൺ മസ്ക് എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം മനുഷ്യ ചിന്തകൾക്കപ്പുറം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സ്പേസ് എക്സ് പോലെയുള്ള സ്വകാര്യ ബഹിരാകാശ ഏജൻസി പടുത്തുയർത്തിയ ആളാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എലോൺ മസ്ക് എന്നും ഒരു സംസാര കേന്ദ്രമാണ്, ഒരു ശ്രദ്ധാ കേന്ദ്രമാണ്. അദ്ദേഹം ഗോളാന്തര യാത്രകളെക്കുറിച്ച് അല്ലെങ്കിൽ ചൊവ്വയിൽ പോയി മനുഷ്യ കോളനി സ്ഥാപിക്കണം എന്ന ആവർത്തിച്ച് നിലപാടെടുക്കുന്ന ആളാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എലോൺ മസ്ക് എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയ്ക്ക് പുറത്തും ഒരു സ്വയം പ്രഖ്യാപിത ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെയുള്ള എലോൺ മസ്ക് ടെസ്ലയുടെ സാരഥിയായി ഇരിക്കുക എന്നുള്ളത്, അതായത് എലോൺ മസ്കിനേക്കാൾ ടെസ്ലയുടെ വലിയ ആവശ്യമാണ് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭീമമായ തുക കൊടുത്തിട്ടാണെങ്കിൽ പോലും അത് ടെസ്ലയ്ക്ക് ഒരിക്കലും നഷ്ടമാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ നിലവിൽ ഈ ടെസ്ല എന്ന് പറയുന്നത് അവരുടെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ രീതിയിൽ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് എലോൺ മസ്കിനെ പോലെ ഒരാളുടെ നേതൃത്വം അനിവാര്യമാണ്. അത് നിസ്സംശയം പറയേണ്ടി വരും. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചാ വിഷയമാവുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വരെ നേരത്തെ പ്രഖ്യാപനം വന്നിരുന്നു. കാര്യം ട്രംപുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയാണ് കാരണം. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തായിത്തീരും ടെസ്ലയുടെ ഭാവി, അല്ലെങ്കിൽ എന്തായിത്തീരും എലോൺ മസ്കിൻ്റെ ഭാവി എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ പുറത്തുവരും.